ഭാരത്തെ മോനെ, നീ വന്നായിരുന്നോ? പല വിവരം കിട്ടിയോ? ഇല്ല വല്യമ്മേ, ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പിന്നെ നിന്റെ പോലീസുകാരെ എന്തിനു കൊള്ളാവിടാ? ഈ വീട്ടിൽ നിന്ന് മിസ്സായിരിക്കുന്നത് 2 പേരാ. ഞാൻ എന്ത് ചെയ്യാനാ വല്യമ്മേ? എന്നെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ നോക്കി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയൊക്കെ ഫെസിലിറ്റി ഉണ്ടായിട്ടും ഒരു തുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഭർത്തെ? മഹേച്ചി, അറിയാലോ, വളരെ ലേറ്റ് ആയിട്ടാ നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തത്. ആ സമയം മുതൽ ACP മറ്റുള്ള ഉദ്യോഗസ്ഥരും എന്റെ ഒപ്പം തന്നെ ഉണ്ട്. അല്ല പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് വിഷമിച്ചിരുന്നത്? ഞാനിപ്പോ ഒരിടത്തൊരു ബോഡി കിടപ്പുണ്ടെന്നും അതൊരു സ്ത്രീയുടേതാണെന്നറിഞ്ഞ് നോക്കാൻ പോയിട്ട് വരുമല്ലേ. സത്യം പറഞ്ഞാൽ അതാരാണെന്ന് കാണുന്നത് വരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. ഭാഗ്യത്തിന് ദൈവം എന്നെ രക്ഷിച്ചു. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഇനിയും എനിക്ക് ആ പേടിയുണ്ട് വല്യമ്മേ. അതുപോലെ ഇനിയൊരു രംഗം ഉണ്ടാവില്ലെന്നാ എന്റെ പ്രാർത്ഥന. എന്താടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല വല്യമ്മ, എവിടെന്ന് വെച്ചാ നോക്കുന്നത്? ഞങ്ങൾക്ക് അറിയാവുന്നവരോടടുത്തെല്ലാം ഫോട്ടോ കാണിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒരു ന്യൂസോ ഫോട്ടോയോ കൊടുത്താലോന്നാ ഞാൻ ആലോചിക്കുന്നത്. കൊടുക്കേണ്ടി വന്നാ പിന്നെ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ വൈകണ്ട, ഇപ്പൊ തന്നെ കൊടുക്ക്. ഭാവനേച്ചി, മോളെ, നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യണമായിരുന്നോ? എന്റെ അമ്മ കാണാതായിട്ട് ഇത്ര നേരമായിട്ട് ഒരു വാക്കെങ്കിലും എന്നെ അറിയിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ ഭരത്. വല്യമ്മ ഇവിടെ ഉണ്ടായിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ വല്യമ്മ. നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞത്, നിന്നെ അറിയിക്കണ്ടെന്ന്. മോളെ, നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ഇപ്പൊ ഒരു ജീവനല്ല 2 ജീവനാണെന്ന് ഈ വല്യമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അറിയിക്കാതിരുന്നത്. മോളെ അറിയിക്കണ്ടെന്ന് സൂര്യോട് പറഞ്ഞത് ഞാനാ. അമ്മ വരുമെന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസം ചേച്ചി. പക്ഷെ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എന്റെ അമ്മ വേണം. അമ്മ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. സൂര്യ, ഇറങ്ങ്, നമ്മളെ അന്വേഷിക്കാം. എവിടേക്ക്? അതുകൊണ്ട് നീ പറയ്. മണിക്കൂറുകളായി ഭാനുവിനും ആന്റിക്കും വേണ്ടി ഉറക്കമില്ലാതെ ഓടിക്കൊണ്ടിരിക്കാൻ ഞങ്ങള്. സമയം മോശമാകുമ്പോ ദുരിതങ്ങൾ പല രീതിയിലും നമ്മളെ വേട്ടയാടും. തനിക്കും അങ്ങനെ ഒരു അവസ്ഥ വരണ്ടെന്ന് കരുതിയ ആരും ഒന്നും പറയാതിരുന്നത്. അതേപോലെ നിനക്കറിയാലോ, ഗർഭിണിയായ ഒരു പെണ്ണ് ഈ സമയത്ത് എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന്. ഭാവന ഇതറിയുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. വയ്യേച്ചി, ചിന്തിക്കുന്നോറും മനസ്സ് വിങ്ങി പൊട്ടി പോകുന്ന പോലെ തോന്നോ. ചേച്ചി നോക്കിക്കോ, എന്റെ അമ്മയ്ക്കും ഭാനുവിന് എന്തെങ്കിലും സംഭവിച്ചാ ആ നിമിഷം ഞാൻ എന്റെ യൂണിഫോം വലിച്ചെറിയും.
ഒരു പോലീസുകാരായിട്ട് ജീവിക്കാൻ ഞാനുണ്ടാവില്ല. എന്താ മോനെ ഇത്? സ്വന്തം അമ്മയും പെങ്ങളെയും കണ്ടെത്താൻ പറ്റാത്ത ഈ യൂണിഫോം പിന്നെ ഈ ശരീരത്തിൽ ഉണ്ടാവത്തില്ല ചേച്ചി. നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ആന്റിയെയും ഭാനുവിനെയും നമ്മൾ കണ്ടെത്തും എന്തായാലും. ഒരു കാര്യം ഉറപ്പാ, രണ്ടുപേരെയും കാണാതായതിന് പിന്നിൽ ഒരാൾ തന്നെയാ. അവരാരായാലും കണ്ടെത്തണം സൂര്യ. എന്തിനു വേണ്ടിയാണ് അമ്മയോടും ഭാനുവിനോടും ഈ ചതി ചെയ്തതെന്ന് അറിയണം. മോളെ, നമ്മൾ ആരെയൊക്കെയാ സംശയിക്കുക?